സയക്കുട്ടൻ ഡ്രസ്സ് മാറിയിട്ട് കണ്ടാലോ. നമ്മൾ ഇന്ന് സയക്ക് ഒരു മേക്ക് ഓവർ കൊടുക്കുവാണ്. നമുക്ക് ഇതിൽ സയയുടെ കുറച്ച് കുട്ടി മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ട്. ആൻഡ് അതിന് ഞാൻ കുറച്ച് ചൂസ് ചെയ്തിട്ടുണ്ട്. ബേബി ഓൾറെഡി ഡ്രസ് അപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതൊരു ബ്ലൂ ഡെനിം ഷോർട്ട്സും പിന്നെ ഒരു ടോപ്പ്. ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ക്യൂട്ടാണ്, റിബണൊക്കെ ആയിട്ടൊരു ടോപ്പ്. ഫസ്റ്റ് സ്കിൻ പ്രെപ്പ് ചെയ്യാം. സൈ യൂസ് ചെയ്യുന്നത് സെറ്റഫെലിന്റെ ബേബി മോയ്സ്ചറൈസർ ആണ്. ഇതില് നല്ല മണമുണ്ട്, വേറെ ഒന്നുണ്ട്. എന്നിട്ട് ആ ബ്ലൂവും നല്ല മണമായി ഉണ്ട്. എന്നിട്ട് നല്ല ബ്രാൻഡാണ്. ഇനി നമ്മൾ എന്തിടും? ഇപ്പൊ സൺസ്ക്രീൻ സെറ്റാഫിൽ ഇടും. ഇപ്പൊ സൺസ്ക്രീനും സേക്കുട്ടി യൂസ് ചെയ്യുന്നത് കിഡ്സിന്റെ സെറ്റാഫിൽ സൺസ്ക്രീൻ ആണ്. 50+ ആണ് SPF. സോ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഒരു 2 പംപ്സ് എടുക്കുവാണ്. ബട്ട് കുറച്ച് കൺസീലർ, കുറച്ചൊരു എന്താ മേക്ക് ഓവർ എഫക്റ്റ് കിട്ടാൻ വേണ്ടി കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. ഫങ്ഷനുള്ള ഡേയ്സിലൊക്കെ മാത്രം ബേബീസിനെ യൂസ് ചെയ്യും. പക്ഷെ ഞാൻ കുറച്ച് ഈ പിമ്പിൾസിന്റെ ഇതിലൊക്കെ ചുമ്മാ അണ്ടർ ഐ ഒക്കെ ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല. സോ ഇത്രേ യൂസ് ചെയ്യുന്നുള്ളൂ. കൺസീലർ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ പോലെ യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. നമുക്ക് കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം. പതുക്കെ കൈകൊണ്ട് തന്നെ, ബ്രഷ് ഞാൻ പ്രിഫർ ചെയ്യില്ല. ഇനി നമുക്ക് ഐഷാഡോ നമ്മൾ യൂസ് ചെയ്യണില്ല. സോ ഒരു ബ്ലഷ് നമുക്ക് ഐസിലും കൊടുക്കാന്ന് വിചാരിച്ചു. ഒരു സ്പാർക്ലിംഗ് എഫക്റ്റ് ഉള്ള ബ്ലഷാണ് നമ്മൾ യൂസ് ചെയ്യണേ. നമ്മൾ ചുമ്മാ ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാറേ. ഈ ബ്ലഷ് തന്നെ നമുക്ക് ഷീറ്റ്സിലും നമ്മൾ ഇത് റൗണ്ടായിട്ട് അപ്ലൈ ചെയ്യണതിനേക്കാളും പുറത്തോട്ട് അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടി ചീക്സ് ഡിഫൈനായിട്ട് തോന്നും. ചബ്ബിനേക്കാളും പുറത്തോട്ട് ബ്ലഷ് അപ്ലൈ ചെയ്താൽ സ്റ്റാർട്ട് ചെയ്ത് മുകളിലോട്ട്. ഓൾ ഗുഡ്. അപ്പോൾ നമ്മൾ ഐലൈനർ എടുത്തത് കണ്ടു. അപ്പോൾ നമുക്ക് കണ്ണെഴുതാം എന്ന് മനസ്സിലായി. കളർ ബാറിന്റെ ഒരു ഐലൈനർ ആണോ യൂസ് ചെയ്യുന്നത്. ഞാൻ കുഞ്ഞ് ഒരു വിങ് പുറത്ത് മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. ഐസ് ക്ലോസ് ചെയ്യോ? സോ നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ബേബിയുടെ ഫേവറേറ്റ് മേക്കപ്പ് പ്രോഡക്റ്റ് എന്താ? ബ്ലഷ് ആണോ, ലിപ്സ്റ്റിക് ആണോ, ഐലൈനർ ആണോ? ലിപ്സ്റ്റിക്കും ഐലൈനറും ലിപ് ഗ്ലോസും. നൈക്കയുടെ ഒരു പിങ്ക് ഷെയ്ഡാണ്. ബേബി ലിപ്സിന് പിങ്ക് ഷെയ്ഡ്സ് ആയിരിക്കും കൂടുതൽ നല്ലത്. നമ്മള് ഒരു ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്യുവാണ്. ബേബിക്ക് ഗ്ലോയി ലിപ്സ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞല്ലോ. സോ നമ്മുടെ ഫൈനൽ ടച്ച് ഒക്കെ കഴിഞ്ഞു ഫേസിന്റെ. നമുക്ക് ഹെയർ ഒന്നും കൂടി ഒന്ന് സെറ്റാക്കിയ ബേബി സെറ്റായി റെഡിയായി. ഇങ്ങനെ ഹെയർ ഓപ്പൺ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ക്ലിപ്പ് കൂത്താം. എന്നാൽ നമുക്ക് ഒരു ബ്ലൂ ക്രൗൺ വെക്കാം. നമ്മള് സയക്കുട്ടി പറഞ്ഞ പോലെ ക്രൗൺ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനോ ഈ ഔട്ട്ഫിറ്റിന്റെ കൂടെ ചേരുന്നില്ലെങ്കിലും ബേബിയുടെ ഒരു ആഗ്രഹമാണ് ക്രൗൺ വെക്കണമെന്ന്. ക്രൗൺ വെച്ച് ശരിക്കും നമുക്കൊരു ക്യാറ്റ് വാക്ക് ചെയ്താലോ? സോ നമുക്ക് ബേബിയുടെ വോക്കാണ് അല്ലേ. ചുമ്മാ നമുക്ക് ഔട്ട്ഫിറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാലോ. ബേബി എൻജോയ് ചെയ്തോ ഈ മേക്ക് ഓവർ, മേക്കപ്പ് സെഷൻ? ബേബിക്ക് ഇഷ്ടായോ?
എന്റെ ഏറ്റവും ഇഷ്ടമായത്. എനിക്ക് ലിപ്സ്റ്റിക്കും ലിപ് ഗ്ലോസും ഐലൈനർ ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഓക്കെ, ലിപ്സ്റ്റിക്കും ലിപ് ഗ്ലോസ് ഐലൈനർ എഴുതിയതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഓൾ ഗുഡ്. ഹാപ്പി ആണോ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ബൈ ബൈ.